നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാലിദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അന്ത്യശാസനം നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇന്ത്യ. ഹമാസിനെതിരായ യുദ്ധത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ CPM. വാർത്തകൾ വിശദമായി. കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയ പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഹർജി ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചില്ല. ഹർജിയിൽ നിലപാടറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഹർജി 3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. പദ്ധതിയിൽ വൻ അഴിമതി നടന്നെന്നും കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സതീശൻ കോടതിയിലെത്തിയത്. 2019 തീരുമാനത്തെ 2024 ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് കോടതി ചോദിച്ചു. CAG റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം തെളിവുകൾ ഹാജരാക്കാമെന്ന് സതീശൻ അറിയിച്ചപ്പോൾ റിപ്പോർട്ട് ലഭിച്ചിട്ട് കോടതിയെ സമീപിച്ചാൽ പോരെ എന്നായിരുന്നു ജസ്റ്റിസ് VG അരുൺ ചോദിച്ചത്. ഹർജിയിൽ പൊതു താൽപ്പര്യമില്ല, പബ്ലിസിറ്റി താൽപ്പര്യമാണ് ഉള്ളതെന്ന് കോടതി കുറ്റപ്പെടുത്തി. അതേസമയം CAG റിപ്പോർട്ട് അല്ലെന്നും നിരീക്ഷണങ്ങൾ മാത്രമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വീതം വയ്ക്കുകയായിരുന്നുവെന്നും അധികാരത്തിലിരിക്കുന്ന ആളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചതെന്നും ഹർജിയിൽ VD സതീശൻ ആരോപിച്ചിരുന്നു. കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി. റോഡ് ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് കെ ഫോൺ ഇടപാടുകളിലും നടന്നിരുന്നതെന്ന് ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നു. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് പദ്ധതി നടപ്പാക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിലും ദർശനം നടത്തിയേക്കുമെന്ന് വിവരം. ക്ഷേത്രത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. ഇതിനൊപ്പം തൃപ്രയാറിലും മോദി സന്ദർശനം നടത്തിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബുധനാഴ്ച രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. ഇതിൽ പങ്കെടുക്കാൻ രാവിലെ 7:15 കൊച്ചിയിൽ നിന്ന് ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി 7:45 ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. ഇതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. ഒപ്പം മറ്റൊരു സമൂഹ വിവാഹത്തിലും മോദി പങ്കെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. 8:45 മടങ്ങിപ്പോകുന്ന വിധത്തിലാണ് നിലവിൽ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനിടെ തൃശൂരിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്ര ദർശനം നടത്താനുള്ള ആലോചനകൾ നടക്കുന്നതായാണ് വിവരം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മുൻകൈയെടുത്താണ് ഇത്തരത്തിലൊരു ആലോചന നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയും സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം നടത്തിവരുന്നതായാണ് BJP വൃത്തങ്ങൾ അറിയിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് പ്രധാനമന്ത്രി എറണാകുളത്തെത്തുക. വൈകുന്നേരം തന്നെ മോദിയുടെ റോഡ് ഷോയും എറണാകുളത്തുണ്ടാകും. ഇതിനുശേഷം പിറ്റേ ദിവസം രാവിലെയോടെയായിരിക്കും തൃശൂരിലേക്ക് തിരിക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ CPM. വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയാണ് SFIക്ക് പിന്നാലെ സമരരംഗത്തിറക്കുന്നത്. രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് സമരരംഗത്തിറങ്ങാൻ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി PKS നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് വിജീഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് നീക്കം. വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയാണ് SFIക്ക് പിന്നാലെ സമരരംഗത്തിറക്കുന്നത്. ഇതേ തുടർന്ന് 17-ന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ PKS തീരുമാനിച്ചു. അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടത്തിവരികയാണ്. രാജ്ഭവൻ മാർച്ച് മുതിർന്ന CPM നേതാവ് AK ബാലനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതും രാഷ്ട്രീയ തീരുമാനമാണെന്ന് വിവരം. 1.5 മാസം മുൻപ് നടന്ന സംഭവത്തിന്റെ പേരിൽ PKS പെട്ടെന്ന് സമരം പ്രഖ്യാപിച്ചതിലൂടെ ഗവർണർക്കെതിരെ പരമാവധി സമരങ്ങൾ നടക്കണമെന്ന രാഷ്ട്രീയ നിലപാടാണ് പുറത്തുവരുന്നത്. സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഗവർണറെ പ്രതിരോധിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിനെതിരെ ആഴ്ചകളായി SFIയുടെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്.
കഴിഞ്ഞ ദിവസം ഗവർണർ ഇടുക്കി സന്ദർശിക്കാനെത്തിയ ദിവസം ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചാണ് നേരിട്ടത്. ആദിവാസി യുവാവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. 2 പേർക്കെതിരെ പട്ടികജാതി വർഗ പീഡന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മാലിദ്വീപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അന്ത്യശാസനം നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി ഇന്ത്യ. മാലിദ്വീപുമായി പരസ്പര സഹകരണത്തിനുള്ള ചർച്ച നടക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ വ്യോമസേന മാലിദ്വീപിലെ ജനങ്ങൾക്കായി ചെയ്തുവരുന്ന മാനുഷിക സഹായങ്ങൾ, മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങിയവ തുടരാൻ ആവശ്യമായതൊക്കെയും ചെയ്യുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ മാലിദ്വീപ് ഉന്നതതല യോഗം ഞായറാഴ്ച മാലിയിൽ ചേർന്നിരുന്നു. യോഗത്തിൽ ഇന്ത്യൻ സൈന്യത്തെ മാർച്ച് 15-നകം പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനു പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ഉന്നതതല യോഗം ഇന്ത്യയിൽ നടക്കും. തീയതി പിന്നീട് നിശ്ചയിക്കാമെന്ന് വിദേശകാര്യാലയ മന്ത്രാലയം അറിയിച്ചു. ടൂറിസത്തെ ചൊല്ലി മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ഇതിനെ തുടർന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ചൈനയിൽ സന്ദർശനം നടത്തുകയായിരുന്നു. 5 ദിവസം നീണ്ട ചൈന സന്ദർശനത്തിനു പിന്നാലെയാണ് സൈന്യത്തെ പിൻവലിക്കണമെന്ന നിലപാട് മാലിദ്വീപ് കടുപ്പിച്ചത്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു നിലവിലെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ എത്തിയത്. ചൈനയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നേതാവ് കൂടിയാണ് മൊയ്സു. ഹമാസിനെതിരായ യുദ്ധം വിജയിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആര് പറഞ്ഞാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ലക്ഷ്യം നേടും വരെ ഗാസ യുദ്ധം തുടരുമെന്നും അന്താരാഷ്ട്ര എതിർപ്പുകൾ കാര്യമാക്കുന്നില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. രാജ്യാന്തര നീതിന്യായ കോടതിയിൽ നൽകിയ പരാതിയെയും ഇറാന്റെ പിന്തുണയോടെ മധ്യപൂർവേഷ്യയിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘത്തെയും വിമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്തെത്തിയത്. ഗാസയിലെ സൈനിക നീക്കത്തിലൂടെ ഹമാസിനെ ഏതാണ്ട് അമർച്ച ചെയ്യാനായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവർക്ക് എളുപ്പത്തിൽ മടങ്ങിവരാനാകില്ലെന്ന് നെതന്യാഹു പറഞ്ഞു. അപകടാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ തിരികെ അതേ പ്രദേശത്തേക്ക് കൊണ്ടുവരരുതെന്ന് രാജ്യാന്തര നിയമമുണ്ട്. അവിടെ ഇപ്പോഴും പോരാട്ടം തുടരുകയാണെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സുരക്ഷാ പ്രശ്നം മൂലം വടക്കൻ ഗാസയിലേക്ക് വൈദ്യസഹായം എത്തിക്കാനുള്ള ദൗത്യം റദ്ദാക്കിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കനത്ത ബോംബാക്രമണം മൂലം കഴിഞ്ഞ 20 ദിവസത്തിനിടെ ഇത് 4ാം വട്ടമാണ് WHO മരുന്നുകൾ എത്തിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 240 പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രദേശത്ത് 22,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ജയിക്കാനുള്ള പ്രാർത്ഥന പള്ളിയിൽ ചൊല്ലാതിരുന്ന ഓർത്തഡോക്സ് പുരോഹിതനെ തിരുക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വിലക്കി സഭാ കോടതി. മോസ്കോയിലെ ഹോളി ട്രിനിറ്റി വികാരിയായിരുന്ന അലസ്കി ഉമിൻസ്കിക്കെതിരെയാണ് സഭയുടെ നടപടി. പ്രാർത്ഥന ചൊല്ലാതിരുന്നതിലൂടെ പൗരോഹിത്യവ്രതം ഉമിൻസ്കി ലംഘിച്ചെന്ന് കോടതി പറഞ്ഞു. റഷ്യൻ സഭാ മേലധ്യക്ഷനായ പാത്രിയാർക്കീസിന്റെ അംഗീകാരം കിട്ടിയാൽ വിധി നടപ്പാക്കും. പ്രസിഡന്റ് വ്ളാദിമിർ പുതിനെ പിന്തുണയ്ക്കുന്നയാളാണ് കിറിൽ. വിശുദ്ധ റഷ്യയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥന പള്ളികളിൽ നിർബന്ധമായും ചൊല്ലണമെന്ന് കിറിൽ നിർദ്ദേശിച്ചിരുന്നു. യുക്രൈൻ അധിനിവേശത്തിന്റെ 7ാം മാസമായ 2022 സെപ്റ്റംബറിലാണ് പള്ളികളിൽ ഈ പ്രാർത്ഥന ചൊല്ലിത്തുടങ്ങിയത്. എന്നാൽ യുദ്ധത്തിന്റെ ഭാഷയും യുക്രൈനിലെ സൈനിക നടപടിയും സഭയുടെ ആരാധനാക്രമവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് നവംബറിൽ ഉമിൻസ്കി പറഞ്ഞിരുന്നു. 30 വർഷമായി ഹോളി ട്രിനിറ്റി പള്ളിയിൽ സേവനം ചെയ്തിരുന്ന ഉമിൻസ്കിയെ ഈ മാസം ആദ്യം പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. മുൻ പ്രസിഡന്റ് മിഖായേലിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇദ്ദേഹമാണ്. യുക്രൈൻ യുദ്ധത്തിലെ റഷ്യൻ സഭയുടെ നിലപാടിനെ വിമർശിച്ച ഒട്ടേറെ ഓർത്തഡോക്സ് പുരോഹിതർ നേരത്തെ ശിക്ഷിക്കപ്പെട്ടിരുന്നു. റഷ്യയുടെ ജയത്തിനു പകരം സമാധാനത്തിനായി പ്രാർത്ഥിച്ചതിനാലാണ് പലരും നടപടി നേരിട്ടതെന്ന് ക്രിസ്ത്യൻ എഗൈനിസ്റ്റ് വാർ എന്ന ഓൺലൈൻ കൂട്ടായ്മ പറയുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് പ്രൗഢോജ്വലമായ തുടക്കം. അക്രമ സംഭവങ്ങളിൽ തകർന്ന് പ്രതീക്ഷയറ്റ മണിപ്പൂരിൽ നിന്നായിരുന്നു രാഹുലിന്റെ യാത്ര. തൗബാൽ ജില്ലയിലെ സ്വകാര്യ മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്ര കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഫ്ലാഗ് ഓഫ് ചെയ്തു. BSP പുറത്താക്കിയ ഡാനിഷ് അലി MP യും ഭാരത് ജോഡോ ന്യായ് യാത്രാ വേദിയിൽ പങ്കെടുത്തിരുന്നു.
हिंदुस्तान के प्रधानमंत्री मणिपुर में आपके आंसू पोंछने, आपसे गले लगने, आपका हाथ पकड़ने नहीं आए। शायद नरेंद्र मोदी जी के लिए, बीजेपी और आरएसएस के लिए मणिपुर हिंदुस्तान का भाग ही नहीं है। आपका जो दुख है, आपका दर्द है, वो उनका दुख, उनका दर्द नहीं है। बीजेपी की नफरत, आरएसएस की नफरत, उनका जो दृष्टिकोण है, उस विचारधारा का मणिपुर एक चिन्ह है। We have lost what we valued, and I was thinking to myself, yes, you have lost what you have valued, but we will find what you valued once again and bring it back to you. ഗോങ്ചോങ് വാർ മെമ്മോറിയലിലെത്തി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച ശേഷമാണ് രാഹുൽ ഗാന്ധി മൈതാനത്തെത്തിയത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള രാജ്യത്തെ നിരവധി കോൺഗ്രസ് നേതാക്കളും ഇന്ത്യൻ മുന്നണിയിലെ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ സന്നിധരായിരുന്നു. 4 ജില്ലകളിലൂടെ 104 കിലോമീറ്ററാണ് മണിപ്പൂരിൽ യാത്ര. ഇതിനുശേഷം നാഗാലാൻഡിലേക്ക് കടക്കും. ഉത്തർപ്രദേശിലാണ് യാത്ര ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുക. 15 സംസ്ഥാനങ്ങളിലെ 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ 6713 കിലോമീറ്റർ പിന്നിട്ട് മാർച്ച് 20 മുംബൈയിൽ യാത്ര സമാപിക്കും. കഴിഞ്ഞ വർഷം കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്രയുടെ 2ാം പതിപ്പാണ് ഭാരത് ജോഡോ നായ് യാത്ര. 4080 കിലോമീറ്റർ ദൂരം 180 ദിവസം കൊണ്ട് പൂർണ്ണമായും കാൽനടയായാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര പൂർത്തിയാക്കിയത്. അതേസമയം ഭാരത് ജോഡോ നായ് യാത്രയിൽ ബസ്സിലും കാൽനടയായുമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഭാരത് ജോഡോ നായ് യാത്രയ്ക്ക് തുടക്കമായത്. ഫ്ലാഗ് ഓഫ് ചടങ്ങ് 1 മണിക്കൂറിൽ കൂടുതൽ പാടില്ല. ചടങ്ങിൽ പരമാവധി 3000 പേർ മാത്രമേ പങ്കെടുക്കാൻ പാടുള്ളൂ. തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് തൗബാൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറക്കിയ ഉത്തരവിലുള്ളത്. ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ പാടില്ല. സംഘാടകർ സംസ്ഥാന അധികാരികളുമായി സഹകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്. ഇംഫാൽ പാലസ് ഗ്രൗണ്ടിൽ നിന്ന് യാത്ര ആരംഭിക്കുകയായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെയാണ് വേദി മാറ്റിയത്. പാലസ് ഗ്രൗണ്ടിൽ പരമാവധി 1000 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് മണിപ്പൂരിലെ എൻ ബീരേൽ സിംഗ് നയിക്കുന്ന BJP സർക്കാർ പറഞ്ഞിരുന്നത്. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിലെ 10 പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേന്ദ്ര സർക്കാർ. 3000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഇതിനായി ചെലവിടുന്നത്. 4 വർഷം കൊണ്ടാകും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുക. വിശ്രമയിടങ്ങൾ, ഭക്ഷണശാലകൾ, വ്യാപാര മേഖലകൾ, പാർക്കിംഗ് സംവിധാനം തുടങ്ങിയവയാണ് ആധുനികവൽക്കരിക്കുന്നത്. 4 വർഷം കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് നീക്കം. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനായി 470 കോടി രൂപ, വർക്കല 130 കോടി രൂപ, കൊല്ലം 367 കോടി രൂപ, കോഴിക്കോട് 472 കോടി രൂപ, എറണാകുളം ജംഗ്ഷനിൽ 444 കോടി രൂപയും ടൗൺ സ്റ്റേഷനായി 226 കോടി രൂപയും ചെലവഴിക്കും. എറണാകുളം ജംഗ്ഷൻ, ടൗൺ, മാംഗ്ലൂർ, കന്യാകുമാരി സ്റ്റേഷനുകളിൽ ജോലികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം സ്റ്റേഷന്റെ ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. തൃശൂർ, ചെങ്ങന്നൂർ സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. നടപ്പാലങ്ങൾ, ലിഫ്റ്റുകൾ, യന്ത്രഗോവണികൾ, പാർക്കിംഗ് സൗകര്യം, ട്രെയിനുകളുടെ വരവും പോക്കും അറിയാൻ കഴിയുന്ന സംവിധാനം, പ്ലാറ്റ്ഫോമുകളുടെ നീളവും ഉയരവും കൂട്ടൽ, പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ, വിശ്രമമുറികൾ, നിരീക്ഷണ ക്യാമറ, ജനറേറ്ററുകൾ തുടങ്ങിയവയാണ് ആധുനികവൽക്കരിക്കുന്നത്. സ്റ്റേഷനുകളുടെ പ്രധാനം, ആശ്രയിക്കുന്ന യാത്രക്കാർ, ട്രെയിനുകളുടെ എണ്ണം എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ ദക്ഷിണ റെയിൽവേയിൽ 90 സ്റ്റേഷനുകളുടെ നവീകരണത്തിന് 934 കോടി രൂപ റെയിൽവേ മാറ്റിവെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ആരോപണത്തിൽ കേന്ദ്രം നടത്തുന്ന അന്വേഷണം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. കേന്ദ്ര കമ്പനി കാര്യമന്ത്രാലയം സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. വീണയുടെ എക്സാലോജിക് കമ്പനിയും ആലുവയിലെ CMRL കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിൽ വലിയ തട്ടിപ്പ് നടന്നുവെന്നും നൽകിയ പണം മാസപ്പടിയാണെന്നുമാണ് ആരോപണം. ഇതിൽ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിലെത്തിയത്. കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം സംഭവത്തിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്.
എല്ലാ ഇടപാടുകളും പരിശോധിക്കുന്നുണ്ട്. കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ സമിതിയാണ് പരിശോധന നടത്തുന്നതെന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചു. ഇതിൻ്റെ ഉത്തരവ് കോടതിയിൽ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് ഹൈക്കോടതിയിൽ ഹാജരാക്കും. സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സംഭവത്തിൽ നിലവിൽ പരിശോധന നടത്തുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയില്ല. അഫ്ഗാനിസ്ഥാനെതിരെ T20 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ അഫ്ഗാനെ 6 വിക്കറ്റിന് തകർത്താണ് ഒരു മത്സരം ശേഷിക്കെ ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാൻ ഉയർത്തിയ 173 റൺസ് വിജയലക്ഷ്യം 15.4 ഓവറിൽ 4 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ മറികടക്കുകയായിരുന്നു. മൊഹാലിയിൽ നടന്ന ആദ്യ മത്സരം കളിച്ച ടീമിൽ 2 മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഇറങ്ങിയത്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിൻ്റെയും ശിവം ദുബെയുടെയും തകർപ്പൻ ബാറ്റിംഗാണ് ഇന്ത്യൻ ജയം അനായാസമാക്കിയത്. ആദ്യ മത്സരത്തിൽ പുറത്തിരുന്ന ശേഷം മടങ്ങിയെത്തിയ ജയ്സ്വാൾ 34 പന്തിൽ നിന്ന് 5 ഫോറും 6 സിക്സും അടക്കം 68 റൺസ് എടുത്തു. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി നേടിയ ദുബെ 32 പന്തിൽ നിന്ന് 5 ഫോറും 4 സിക്സും അടക്കം 63 റൺസോടെ പുറത്താകാതെ നിന്നു. മൂന്നാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്ത 92 റൺസാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത്. 173 റൺസ് വിജയത്തിലേക്ക് ബാറ്റെടുത്ത ഇന്ത്യൻ ഇന്നിംഗ്സിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായി. പിന്നാലെ രണ്ടാം വിക്കറ്റിൽ ജയ്സ്വാൾ വിരാട് കോഹ്ലി സഖ്യം അഫ്ഗാൻ ബൗളർമാരെ അടിച്ചുപറത്തി 57 റൺസ് കൂട്ടിച്ചേർത്തതോടെ കളി ഇന്ത്യയുടെ കയ്യിലായി. 16-ാം പന്തിൽ നിന്ന് 5 ബൗണ്ടറിയടക്കം 29 റൺസ് എടുത്ത കോഹ്ലി 6-ാം ഓവറിൽ നവീൻ ഉൾ ഹഖിന് മുന്നിൽ വീണു. തുടർന്നായിരുന്നു കളിയുടെ ഫലം നിർണയിച്ച ജയ്സ്വാൾ ദുബെ കൂട്ടുകെട്ട്. റിങ്കു സിംഗ് 9 റൺസോടെ പുറത്താകാതെ നിന്നു. ജിതേഷ് ശർമ്മയാണ് പുറത്തായ മറ്റൊരു താരം. അഫ്ഗാനു വേണ്ടി ഖരീം ജനത് 2 വിക്കറ്റ് വീഴ്ത്തി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക.